കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. രക്തശുദ്ധി വരുത്തുന്നതിനും കരൾ രോഗങ്ങൾ തടയുന്നതിനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭിക്കുന്നതിനും സഹായകരമാണ്. അതുപോലെ ധാരാളം ഇലക്കറികൾ, ചീരയിലയും മുരിങ്ങയിലയും പയറിന്റെ ഇലയും പടവലത്തിന്റെ ഇലയും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന വാഴക്കൂമ്പ്, ഇത്തരം സംഗതികൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ്. അല്ലെങ്കിൽ മുരിങ്ങയിൽ മാത്രം നമുക്ക് ഈ കർക്കിടക മാസത്തില്, അതായത് മഴ കനത്ത് നിൽക്കുന്ന സമയത്ത് ഒഴിവാക്കണമെന്ന് പൊതുവേ പറഞ്ഞു വരാറുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ധാന്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കരൾ സംബന്ധമായ ഏത് സ്റ്റേജിലുള്ള രോഗാവസ്ഥയാണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ഇത്തരം ധാന്യങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതായത് തവിട് കളയാത്ത ധാന്യങ്ങളാണ് ഏറ്റവും നല്ലത്. തവിട് കളയാത്ത അരിയാവാം, തവിട് കളയാത്ത നുറുക്കരി കൊണ്ട് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാലോ. അതുപോലെ മില്ലറ്റ്സ് കഴിക്കാം, ബാർലി കഴിക്കാം, ഗോതമ്പും റാഗിയും തവിട് കളയാത്ത അരിയും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പിലയും ചീരയിലയും ഉലുവയും ഇത്തരം സംഗതികളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിന് രക്തശുദ്ധി വരുത്തുന്നതിനും കരൾ സംബന്ധമായ രോഗാവസ്ഥകളെ തടയുന്നതിനും ഒരുപാട് ഗുണങ്ങളുള്ള സംഗതികൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വെള്ളരിക്കയും കുമ്പളങ്ങ